എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് രണ്ട് സന്തോഷ കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. കൂട്ടത്തിൽ ഒരു ഓണത്തിനൊരു സമ്മാനം കൂടിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതിൽ വിജയിയാകാൻ പറ്റും. സ്കിപ്പ് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ രണ്ടാമത്തെ സന്തോഷം എന്താണെന്നുള്ളത് നമ്മള് വീഡിയോ കാണുമ്പോൾ സസ്പെൻസ് ആണ്. ശരിയെന്നല്ല റോഡില് അധിക തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ പെട്ടെന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളുടെ തിരുവനന്തപുരത്ത് കേശവദാസപുരത്തുള്ള ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പൊ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, വേഗം നമ്മൾ ഇവിടെ എത്തി. അപ്പം ഇനി അകത്തേക്ക് കയറിയിട്ട് ഇവിടത്തെ വിശേഷങ്ങളൊക്കെ പറയാം. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ ഒരു എക്സ്ക്ലൂസീവ് TV ഷോറൂമിലാണ്. ഇപ്പൊ ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരു മലയാളി സംരംഭം ഉള്ള ഒരു TV ഷോറൂമാണിത്. അപ്പം നമ്മളുടെ കേരളത്തിലെ ഒരു TV ഷോറൂം എന്ന് തന്നെ പറയാം. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേൾക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും, എനിക്കും ഉണ്ട്. അപ്പം ഇതിന്റെ മാനേജർ ഇവിടെ ഉണ്ട്, വിഷ്ണുവിന്റെ അടുത്ത് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. വിഷ്ണു, ഇത് നമ്മളുടെ മലയാളികളുടെ ആ ഒരു സംരംഭം എന്ന് പറഞ്ഞില്ല, അതിനെ കുറിച്ചൊന്ന് പറയാം ആദ്യം. അതായത് നമ്മള് ആദ്യമേ പറയട്ടെ, നമ്മളിത് ട്രിവാൻഡ്രത്ത് ഇത് നമ്മുടെ 4ാമത്തെ ഷോറൂമാണ്. അപ്പോൾ നമ്മൾക്ക് തൃശ്ശൂരാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ നമ്മള് വൈറ്റ്ല, അതുപോലെ തന്നെ കാലിക്കറ്റ്, അങ്ങനെ നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അതെ. അപ്പൊ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ TV നിർമ്മിച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ ചെറിയ ലോഡ്ജസിൽ അതുപോലെ തന്നെ ഹോട്ടൽസിലൊക്കെയാണ് നമ്മൾ TV കൊടുത്തത്. പിന്നീട് നമ്മളുടെ ടിവിയുടെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മൾ തൃശ്ശൂർ നമ്മളുടെ ഫസ്റ്റ് ഷോറൂം സ്റ്റാർട്ട് ചെയ്തത്. സോ അതിനുശേഷം നമ്മൾ പിന്നെ ഇപ്പൊ 4ാമത്തെ ഷോറൂം. അത് മാത്രമല്ല നമ്മൾ ഓൾ കേരള നമ്മൾ ഓൾ കേരള ഉണ്ട്. ഷോറൂം 4 സ്ഥലത്തൊന്നും നോക്കണ്ട. അപ്പം വേറെ ദൂരത്തേക്കുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ TV എത്തിച്ചു നൽകും. തീർച്ചയായും നമുക്കൊരു 35 ടെലികോളേഴ്സ് നമുക്കുണ്ട്. സോ അപ്പൊ ഈ കസ്റ്റമേഴ്സ്, അതായത് നമ്മുടെ TV പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് ഹാൻഡിൽ ചെയ്യാൻ. അത് മാത്രമല്ല ഈ കസ്റ്റമേഴ്സ് വൺസ് ഒരു പേയ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കസ്റ്റമറിന്റെ വീട്ടിലേക്ക് ഹോം ഡെലിവറി കൊടുക്കുന്നത് പ്രൊഡക്റ്റ്. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ TV നമുക്ക് മറ്റു ഷോറൂമുകളിലേക്ക് പോയാൽ കിട്ടുമോ? തീർച്ചയായും ഇല്ല. നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ ഷോറൂമുകളിൽ മാത്രമാണ് കിട്ടുക. കാര്യം നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. അതാണ് നമ്മളുടെ ഒരു. എത്ര ഇഞ്ച് മുതലാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നത്? നമ്മൾക്ക് 24 ഇഞ്ച് തുടങ്ങി 65 ഇഞ്ച് വരെ നമ്മളുടെ TVs നമുക്ക് അവൈലബിൾ ആണ്. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരും? നമുക്ക് 6,900 തുടങ്ങി നമുക്ക് TV സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഒരു മൊബൈലിന്റെ പൈസ മതിയല്ലേ? തീർച്ചയായും. ഇതിന്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. വാറണ്ടി നമുക്ക് ഹ്യൂറിക്സിന് നമ്മൾ 3 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. ചേംബറിന് 2 വർഷം. ഈ ഓണം പ്രമാണിച്ച് നമുക്ക് 2 വർഷം കൂടി എക്സ്റ്റൻഡ് വാറണ്ടി കൂടി കസ്റ്റമേഴ്സിന് എടുക്കാം. അങ്ങനെ 5 years വാറണ്ടി കസ്റ്റമേഴ്സിന് കിട്ടും. അത് ഈ എക്സ്റ്റൻഡ് വാറണ്ടിക്ക് ചെറിയൊരു റേറ്റ് നമ്മൾ ചാർജ് ഈടാക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഈ സർവീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഡെലിവറി, അതായത് നമ്മൾക്ക് ഒരു സർവീസ് ടീം ഉണ്ട്. നമുക്ക് ഓൾ കേരള ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്. ഇപ്പൊ ഇലക്ട്രോണിക് ഡിവൈസ് അല്ല, എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. സോ അതിനു വേണ്ടി നിങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കരുത്. നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 hour ടെക്നീഷ്യൻ വീട്ടിൽ വരും. നമ്മൾക്ക് ഓൾ കേരള ടെക്നീഷ്യന്മാർ അവൈലബിൾ ആണ്. അവർ വന്ന് നോക്കി പ്രൊഡക്റ്റിന് എന്താണ് ഇഷ്യൂ എന്നുള്ളത് അവർ പരിഹരിച്ചു തരുന്നതായിരിക്കും. എന്തായാലും ഇത് കേൾക്കുമ്പോഴേക്ക് വലിയ നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ ഓണം, ഇനിയിപ്പോ ഓണം ആകുന്നുണ്ട്. അപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്? തീർച്ചയായും. നമ്മള് ഓണം പ്രമാണിച്ച് നമ്മൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട്. അതായത് നമ്മൾ കണ്ടോ, ഈ സ്പീക്കേഴ്സ് ഒക്കെ കണ്ടോ, ഇതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്. ഈ സ്പീക്കറുകൾ നമ്മളുടെ ഹ്യൂറിക്സിന്റെയും ചേംബറിന്റെയും ഒക്കെ TV വാങ്ങുമ്പോൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മളുടെ ഇവിടെ CJ Smartൽ നിന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന് പോലും നമ്മൾ ഗിഫ്റ്റ് ഇല്ലാതെ നമ്മൾ വിടുന്നില്ല, ഒരു കസ്റ്റമറെ പോലും. ഓക്കെ, എല്ലാത്തിനും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓണം പ്രമാണിച്ച് നമ്മളുടെ കസ്റ്റമേഴ്സിന്, അതായത് CJ Smartന്റെ TV, അതായത് ഹ്യൂറിക്സിന്റെ TV പർച്ചേസ് ചെയ്യണവർക്ക് ഈ ഒരു ടവർ സ്പീക്കർ, അതെ, ഈ ടവർ സ്പീക്കർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും ഹ്യൂറിക്സിന്റെ ഏത് TV പർച്ചേസ് ചെയ്താലും. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ എക്സ്ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ EMI, അതിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. അപ്പൊ ആൾക്കാർക്ക് കൂടുതൽ അറിയേണ്ട EMI ഒക്കെ എത്ര വരുമെന്നും, അത് ഹോം ഡെലിവറി ഉണ്ടോ, അതൊക്കെ ആയിരിക്കും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം. അതായത് നമ്മൾക്ക് EMI നമ്മളുടെ ഷോറൂമുകളുടെ ഒരു 30 കിലോമീറ്റേഴ്സിനുള്ളിൽ നമ്മൾ 2 ബാങ്കായിട്ട് സഹകരിച്ച് നമ്മൾ EMI വ്യവസ്ഥയിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കസ്റ്റമേഴ്സിന് ഡയറക്റ്റ്
കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇനീഷ്യൽ പേയ്മെന്റ് അടിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. പിന്നെ ഹോം ഡെലിവറിയുടെ കാര്യം 32 ഇഞ്ചിനെ ഒഴികെ ബാക്കി എല്ലാത്തിനും നമ്മൾ ഫ്രീ ഡെലിവറി ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം പലരുടെയും വീട്ടില് പഴയ TV ഒക്കെ ഇരുന്നിട്ട് ആക്രിക്കാർക്ക് കൊടുക്കാൻ തന്നെ അവര് തന്നെ എടുത്തോണ്ട് പോകത്തില്ല. അപ്പൊ ഇപ്പൊ നേരത്തെ വർത്തമാനം പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെ പഴയ TV എടുക്കുന്നു, അങ്ങനെ അത് വാസ്തവം തന്നെയാണോ? തീർച്ചയായും നമ്മൾ ഹ്യൂറിക്സിന്റെ ഏത് TV പർച്ചേസ് ചെയ്ത സമയത്തും നമ്മൾ എക്സ്ചേഞ്ച്, ഇപ്പൊ നിങ്ങളുടെ ഒരു പഴയ ബോക്സ് TV ഉണ്ടോ നമുക്ക് കൊണ്ടുതരും, നമ്മൾ അത് എക്സ്ചേഞ്ച് ബോണസ് നിങ്ങൾക്ക് തരും. നമ്മൾ മാക്സിമം 6000 രൂപ വരെ നമ്മൾ എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കും. അത് നമ്മൾ എടുക്കുന്ന TV അനുസരിച്ചാണ് നമ്മൾ റേറ്റ് കൊടുക്കുന്നതെന്ന് മാത്രം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ആകാംക്ഷയാണ്, എല്ലാവർക്കും ഇതുപോലെ വലിയ TV ഒക്കെ വെക്കണം എന്ന് ആഗ്രഹം കാണും. പക്ഷെ വില വരുമ്പോഴാണ് അവിടെ ഒന്ന് എല്ലാവർക്കും ഒന്ന് പിന്തിരിഞ്ഞു പോകുന്നത്. ഇവിടെ വന്ന് ഞാൻ കണ്ടപ്പോഴേക്ക് ഇതൊക്കെ കാണുമ്പോഴേക്ക് ആർക്കും വാങ്ങാം എന്നുള്ള തീർച്ചയായും കാര്യം വന്ന് TV ഒന്നും ലക്ഷറി ഐറ്റം ഒന്നും അല്ല, ഒരു എസെൻഷ്യൽ അല്ലേ? ഈ റേറ്റിന് ഇപ്പൊ വാങ്ങിക്കാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും അഫോർഡബിൾ അല്ലേ? അതെ, നമ്മൾക്ക് ആൻഡ്രോയിഡ് ആണ് നമ്മളുടെ TV വരുന്നത്. LED TV ഉണ്ട്, പിന്നെ പ്രമുഖ കമ്പനിയുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിലൊക്കെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മലയാളികൾ അല്ലേ, തോറ്റു കൊടുക്കത്തില്ല. ഇല്ല, അതായത് മലയാളികളുടെ ഒരു മെയിൻ ഫെസ്റ്റിവൽ ആയ ഓണത്തിന് മലയാളികൾ ഉണ്ടാക്കിയ TV തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യട്ടെ. അപ്പൊ നമ്മളുടെ സലു കിച്ചൻ വ്യൂവേഴ്സിന് ഓണ സമ്മാനമായി CJ സ്മാർട്ടിൽ നിന്ന് എന്താണ് കൊടുക്കുന്നത്? തീർച്ചയായും ഈ ഓണത്തിന് നമ്മള് സലു കിച്ചന്റെ ഫാൻസിന് നമ്മൾ ഒരു 32 ഇഞ്ചിന്റെ ഒരു TV നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നൽകാം. എന്തായാലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇത് കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. അപ്പോഴേക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ അതിൽ പറയാം. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര അതിശയം തോന്നി കേട്ടാ. കാരണം എവിടെ ചെന്നാലും നമ്മൾ മലയാളികൾ പൊളിയല്ലേ, അതാണ് എന്റെ മനസ്സിൽ തോന്നിയൊരു തോന്നല് കേട്ടാ. അപ്പൊ നമ്മളുടെ മത്സരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. അപ്പൊ മത്സരത്തിലെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ നമ്മളുടെ തിരുവനന്തപുരത്ത് CJ സ്മാർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ നിങ്ങൾ ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ് CJ സ്മാർട്ട് സ്പേസ് തിരുവനന്തപുരത്ത് എവിടെയാണ് ഈ CJ സ്മാർട്ട് സ്ഥിതി ചെയ്യുന്നത്, ആ സ്ഥലപ്പേര് വേണം എഴുതാനുള്ളത് കേട്ടോ. ഒട്ടും താമസിക്കേണ്ട, ഇപ്പൊ തന്നെ നിങ്ങൾ കമന്റ് ചെയ്തോളൂ. കമന്റ് പിക്കർ ഉപയോഗിച്ചാണ് നമ്മൾ വിജയിയെ കണ്ടെത്തുന്നത്. അപ്പൊ ഈ ഓണത്തിന് നിങ്ങൾക്കൊന്നും സമ്മാനം തന്നില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. എന്തായാലും ഇവര് നിങ്ങൾക്ക് ആ സമ്മാനം എത്തിച്ചു തരുന്നതാണെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മളുടെ അടുത്ത സന്തോഷം എന്താണെന്ന് ഞാനിപ്പം കാണിച്ചു തരാം കേട്ടോ. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. നിങ്ങൾ കാണുമ്പോൾ ഗുഡ് ഈവനിങ് ആണോ, ഗുഡ് മോർണിംഗ് ആണോ, ഗുഡ് ആഫ്റ്റർനൂൺ ആണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഏതാണോ അതനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഏതായാലും എനിക്ക് ഗുഡ് ഈവനിങ് ആണ്. ഞാൻ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ട കാഴ്ച ഫാബി റെഡിയായി ഇരുന്നിട്ട് ഫ്രൂട്ട്സ് മുറിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല ഡ്രസ്സിന് മുറിക്കണം, കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഉദ്ദേശം. അപ്പോൾ അതിന് മുമ്പായിട്ട് മൈ ഡിന്നർ, ഇതാണ് മൈ ഡിന്നർ കണ്ടോ. ഇനി ബാക്കിയുള്ള ദിവസം ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. മുറിച്ചത് ഫ്രീസർ കഴിക്കാനാ, കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് ഓരോ ടിപ്സുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടതാ ഫ്രൂട്ട്സ് മുറിച്ച് എല്ലാ ഫ്രീസറിൽ വെച്ച് ജോലിയൊക്കെ തീർന്നല്ലേ. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടിരുന്നത്, ആ വീഡിയോയുടെ കൂടെ ഒരു വിശേഷം കൂടെ പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ പിന്നെ ഒന്ന് മടിച്ചു, ആ ഒരു വിശേഷം ഷെയർ ചെയ്യാനായിട്ട് ഒന്നുകൂടെ ഒന്ന് മടിച്ച്. ഇപ്പൊ വീണ്ടും ഓക്കെ ഷെയർ ചെയ്യാന്നുള്ളൊരു ഇതിൽ വന്നിരിക്കുകയാണ്. ഇത് നോക്കട്ടെ, അടിപൊളി, നല്ലോണം. അത് എവിടെ നിന്നാ അറിയാം, അത് നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൽ പോയില്ലേ, അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഹണിമിലൻ വാങ്ങിച്ചത് അതാണ്. അപ്പം കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ തന്ന റെസ്പോൺസിനൊക്കെ ഒരു ബിഗ് താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്യുന്നെടുത്ത വീഡിയോ അല്ല, ആ ഒരു ട്രിപ്പ് പോലും പ്ലാൻ ചെയ്തില്ല, പെട്ടെന്നങ്ങ് തോന്നി അങ്ങ് ഇറങ്ങി. പിന്നെ കുറെ നല്ല കാഴ്ചകൾ ഉണ്ടപ്പോൾ ക്യാമറയിലങ്ങ് എടുത്തു, പിന്നെ എല്ലാം കൂടെ ഒന്ന് ചേർത്തൊരു വീഡിയോ ആക്കിയത് മാത്രം. പക്ഷെ പ്ലാൻ ചെയ്ത് പറഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും പറഞ്ഞു തന്നത്, നിങ്ങൾ ഇതേപോലെ UAE കാണാൻ ഇതേപോലെ അടിപൊളി സ്ഥലങ്ങളുണ്ട്, അല്ല നിങ്ങൾ പോയിട്ടുണ്ട്, അല്ല നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ആ സ്ഥലങ്ങളൊക്കെ നമ്മളൊന്ന് വിസിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് പറ്റിയാൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ പറയാമെന്ന വിശേഷം പങ്കുവയ്ക്കും മുമ്പ് ഒരു കാര്യം കൂടെ. അപ്പൊ ഈ ഫുഡൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം, ഞാൻ തന്നെ ഒന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് പുതിയ ഫാബിയുടെ ഡയറ്റ് പ്ലാൻ. അപ്പം ഇന്ന് ഷോപ്പിംഗ് എന്താ, അതിനെ കുറിച്ച് തന്നെ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ
അപ്പോൾ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ UAE വരുന്നവരും അല്ലെങ്കിൽ ഇവിടെ UAE നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് എന്താണ് ഇവിടെ വരുന്ന ഒരു മെയിനായിട്ട് ഡീൽ ചെയ്യുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത്. അതായത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാനോ അല്ലെങ്കിൽ നിലനിർത്താനോ ഉള്ളത്. അപ്പോൾ ഏതായാലും ഫാബിക്ക് അൽഹംദുലില്ലാ വന്ന് 10 ദിവസത്തിനുള്ളിൽ തന്നെ നല്ലൊരു ജോലി ശരിയായി. അപ്പോൾ ആ ഒരു വിശേഷമാണ് പങ്കുവയ്ക്കാന്ന് കരുതിയത്. ഫാബി ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ആയിട്ട് പണി ചെയ്ത് വരികയാണ്. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങളുടെയൊക്കെ ദുആയും പ്രാർത്ഥനകളും ഒക്കെ ഉണ്ടാവണം, അതിലെല്ലാം നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പം ഫാബിക്ക് ഈ ഒരു അവസരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ ഒരു സമയം കറക്റ്റ് ആയിരുന്നു, അത് കാരണം അങ്ങനെ ശരിയായി ഒരു ഇതാണ്. അപ്പം ആ ഒരു വിശേഷം പങ്കുവയ്ക്കാനാണ് എത്ര നാൾ മടിച്ചു നിന്നത്. കാര്യം എല്ലാം ഒന്ന് സ്റ്റേബിൾ ആവട്ടെ എന്ന് കരുതി. അപ്പം ഫാബിക്കും ജോലി കിട്ടി, പിന്നെ തിരക്കായതുകൊണ്ടാണ് പിന്നെ വ്ളോഗ് ഒട്ടും ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെന്താ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോകുന്നു. ബാക്കി ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുത്ത സ്ഥിതിക്ക് ബാക്കി ഷോപ്പിംഗ് വിശേഷങ്ങളോ പങ്കുവയ്ക്കാല്ലേ? നോക്കണ്ട, ഷോപ്പിംഗ് വിശേഷം പങ്കുവയ്ക്കാൻ ശരിയാവില്ല എന്നുള്ളത്. ഏതായാലും വീഡിയോ തുടങ്ങിയതല്ലേ, നമുക്കിനി ഷോപ്പിംഗ് വിശേഷങ്ങളിലേക്ക് പോവാം. വ്ളോഗ് എടുത്തിപ്പം കുറേ ഗ്യാപ്പ് വരുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ മടിയാണ്. എനിക്ക് വീഡിയോ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ പിടിച്ച് പിന്നെ എഡിറ്റ് ചെയ്യാനായിട്ടാണ് പിന്നെ ഒരു മെനക്കേട്. കാര്യം ഒന്നാമത് ഇപ്പോൾ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആകെ ടയർഡായിരിക്കും. പിന്നെ അതിനുശേഷം ഈ വീഡിയോ ക്ലിപ്പുകളൊക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ആകെ ഒരു മടിയാണ്. അതാണ് പിന്നെ എങ്ങനെ മടിക്കുന്നു ഓരോ വ്ളോഗ് ചെയ്യാനായിട്ട്. പക്ഷേ അത് ചെയ്യാൻ രസമാണ് കേട്ടോ. നമുക്കിപ്പം എനിക്കിത് വീഡിയോ പിടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോൺ എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും നല്ല വീഡിയോ ക്ലിപ്പുകൾ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ ആ വീഡിയോ ക്ലിപ്പുകളൊന്ന് അറേഞ്ച് ചെയ്ത് ഒരു വ്ളോഗ് ആക്കുന്ന ഒരു മെനക്കേട്ട് ആലോചിച്ച് പിന്നെ അങ്ങ് മടിക്കുന്നതാണ്. പക്ഷെ ഇപ്പം വീണ്ടും ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഭയങ്കര ഇതാണ്. അതാണ് നമ്മളിപ്പോഴും പറയുന്നത്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ എപ്പോഴും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടത്തോടെ നമ്മൾ ചെയ്യണം. ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആ പണിയായിട്ട് നമുക്ക് തോന്നത്തില്ല. നമ്മളിപ്പം ഷോപ്പിംഗ് ഇവിടെ അടുത്ത് തന്നെയാണ്, ഫെസ്റ്റിവൽ പ്ലാസയിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് നമുക്ക് കുറേ സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും മോളായിട്ട് നമുക്ക് ഉള്ളത് 3 പവിലിയൻ മോളുണ്ട്. പിന്നെ വലുതായിട്ടുള്ളത് ഇബിൻ ബത്തൂത്ത മോളുണ്ട്, ഫെസ്റ്റിവൽ പ്ലാസ ഉണ്ട്. ഇതിൽ നമുക്ക് പോകാൻ താല്പര്യം ഷോപ്പിംഗ് ഒക്കെ നടത്താനായിട്ട്. ഇപ്പോൾ ഷോപ്പിംഗ് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ ഫെസ്റ്റിവൽ പ്ലാസയാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാര്യം അവിടെ വേറെ ഡിസ്ട്രാക്ഷൻ കാര്യങ്ങളും ഇല്ല. നമുക്ക് പോകേണ്ട ഐക്യ ഉണ്ട് അവിടെ, ലുലു ഉണ്ട് അവിടെ. ഇത് രണ്ടും അവിടെ മെയിൻ ഷോപ്പിംഗ് സ്ഥലങ്ങളെന്ന് പറയുന്നത്. അവിടെ പോകാൻ സാധനം വാങ്ങാം. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കറങ്ങണം, ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇബിൻ ബത്തൂത്തയാണ് നല്ലത് കേട്ടോ. ഇബിൻ ബത്തൂത്ത ഞാൻ ഒരു ദിവസം ഇൻഷാല്ലാ വ്ളോഗ് ചെയ്യാം. നല്ല വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇബിൻ ബത്തൂത്ത. കാര്യം അതിൽ കാണിക്കാനായിട്ട് കുറേ ഉണ്ട്, കാഴ്ചകൾ കുറേ ഉണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. നോക്കട്ടെ, ഒരു ദിവസം സമയം കിട്ടുമ്പോൾ ഞാൻ അത് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏതായാലും ഫെസ്റ്റിവൽ പ്ലാസയിലാണ് പോകുന്നത്. അവിടെ ലുലു ഉണ്ട്, അവിടെ നിന്നാണ് നമ്മൾ ഇന്നിപ്പോൾ ഷോപ്പ് ചെയ്യുന്നത്. ഇബിൻ ബത്തൂത്ത മോളാണെങ്കിൽ അവിടെ കാർഫോർ ഉണ്ട്, കാർഫോറിനാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ മടിയുള്ള ദിവസം നമുക്ക് ഇതിൽ നിന്നൊക്കെ നല്ല എക്കണോമിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ പല ഓൺലൈൻ ആപ്പുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നൂൺ, തലബാത്ത്, ഡെലിവറു, പിന്നെ ഡിസാബോ, ഇതിലൊക്കെ നമുക്ക് നമ്മളിപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വെജിറ്റബിൾസ്, ഗ്രോസറി ഉൾപ്പെടെ നമുക്ക് വീട്ടിലെത്തിച്ചു തരും. അതും വളരെ എന്താ പറയുക ഭയങ്കര എക്കണോമിക്കൽ, ഭയങ്കര ചീപ്പുമാണ്. എന്നാൽ നല്ല ക്വാളിറ്റി സാധനം കിട്ടുകയും ചെയ്യും. ഫുൾ മടിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ നമ്മൾ അതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും കുറച്ച് ദിവസമായി ഒന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ വിചാരിച്ചിരുന്ന ഏതായാലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫെസ്റ്റിവൽ പ്ലാസയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെസ്റ്റിവൽ പ്ലാസയുടെ അടുത്ത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല, അവിടെ ഒരു ലൈറ്റ് കണ്ടോ ആ മൂലയ്ക്ക് അവിടെ, അത് ടെമ്പിളാണ്. ആ ഒരു ഏരിയയിൽ അവിടെ ടെമ്പിൾ ഉണ്ട്, ചേർച്ച് ഉണ്ട്. പക്ഷെ വീഡിയോയിൽ കാണാൻ എത്ര പറ്റുമെന്ന് അറിഞ്ഞോളൂ, പ്രത്യേകിച്ച് ഈ ഒരു സന്ധ്യ സമയത്ത്. അപ്പൊ ഇനി അതിലും ബാക്കി വിശേഷങ്ങൾ വഴിയേ. നമ്മുടെ സാലഡിലെ മെയിൻ കമ്പോണൻറ്റ് കോൺ ഏതാണ്? ആ കോണ കിഡ്നി ബീൻസാ. ഈ ടെൻഡർകപ്പിലിട്ടേ ഉമ്മി വാങ്ങിച്ചു. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ഓ ഇപ്പൊ ഇവിടെ ഉണ്ട് ഇത്.
ഇങ്ങനെ നമുക്ക് ഒരു കഥകുണ്ട്, എന്താന്ന് അറിഞ്ഞൂടാ, നോക്കാം. ഫോട്ടോ എടുക്കാനുള്ള ഇതാണ്. ഓ, ഫോട്ടോ എടുക്കാനുള്ള ഇതാണ്. സ്റ്റുഡിയോ. നല്ല പല ടൈപ്പ് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എന്താ. കണ്ട ഇവിടെ കളിക്കാനായിട്ട് ടേബിൾ ടെന്നീസും ബില്ലിയാർഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷങ്ങൾ. കണ്ടില്ല, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ബ്രൗൺ ബ്രെഡും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇനി ഫാബി ഒന്ന് ക്യാമറ നോക്കൂലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഫ്രം ദുബായ്. ഷോപ്പിംഗ് പ്രയാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ടയർഡായിപ്പോയി. കഴിച്ച ഫ്രൂട്ട്സ് എല്ലാം ആവിയായിട്ട് പോയെന്ന് തോന്നുന്നു. പിന്നെ ഡയറ്റിംഗ് കൂടെ ആയതുകൊണ്ട് വേറെ ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാനും പറ്റൂല, റെസ്ട്രിക്ഷൻസ് അല്ലേ. അപ്പോൾ ഏതായാലും വീട്ടിൽ എത്തിയോണ്ടേ ഞാൻ ഫാബി എടുത്ത് പറഞ്ഞാൽ നമുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം. ഇതാകുമ്പം കുറച്ച് ഹെൽത്തി ആണല്ലോ. പിന്നെ രാവിലത്തെ പയറും ഇരിപ്പുണ്ട്. അപ്പം അത് രണ്ടും കൂടെ കഴിക്കാമെന്ന് കരുതി നമ്മളപ്പോൾ തന്നെ ചെറിയൊരു കുറ്റിയിൽ നമ്മൾ നനച്ച ഗോതമ്പൊക്കെ ഇട്ട് ആവി കയറ്റി ഇങ്ങനെ എടുത്ത് നല്ല ആവി വാറുന്ന ചൂട് പുട്ടും പിന്നെ രാവിലത്തെ പയറും കൂടെ ചൂടാക്കി എടുത്ത് നമ്മൾ കഴിച്ച്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സെക്കൻഡ് ഡിന്നർ എന്ന് പറയുന്നത്, ഹെൽത്തി ഡിന്നർ. വീണ്ടും ഡിന്നർ നമ്മൾ കഴിച്ചു. പിന്നെ വീണ്ടും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് എനർജി വേണമല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ ലൈറ്റായിട്ട് കഴിച്ചു. നമുക്ക് രണ്ടു കയ്യിലെ വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് അധികം വേറെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.